Hello, good morning. Welcome to Learn Now. നമ്മൾ ഈ ഒരു വീഡിയോയിൽ പവർ സപ്ലൈ സർക്യൂട്ട്സ് എന്നുള്ള ഒരു മൊഡ്യൂളിൽ നിന്നുള്ള കമ്പൈൻഡ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പാർട്ട് 1 ആണ്. ഇതിൽ നമ്മൾ ലാസ്റ്റ് എല്ലാ മൊഡ്യൂളിലും ചെയ്ത പോലെ തന്നെ 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഈസ് ദ പോസിറ്റീവ് ഓർ ആനോഡ് ഇലക്ട്രോഡ് ഇൻ സിൽവർ ഓക്സൈഡ് സെൽ? സിൽവർ ഓക്സൈഡ് സെല്ലിലുള്ള പോസിറ്റീവ് അല്ലെങ്കിൽ ആനോഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? സിങ്ക്, കോപ്പർ, കാർബൺ, സിൽവർ ഓക്സൈഡ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. സിങ്ക് ഈസ് ദ പോസിറ്റീവ് ഇലക്ട്രോഡ്, അതല്ലെങ്കിൽ ആനോഡ് ഇലക്ട്രോഡ് ആണ് ഒരു സിൽവർ ഓക്സൈഡ് സെല്ലിലെ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഒരു സിങ്ക് അല്ലെങ്കിൽ സിൽവർ ഓക്സൈഡ് ബാറ്ററി എന്ന് പറയുന്നത് ഈ പറയുന്ന ഫിഗറിലുള്ളതാണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ അവയുടെ ഹൈ എനർജി ഡെൻസിറ്റി കാരണവും അതുപോലെ തന്നെ നമുക്ക് ഹൈ റേറ്റിൽ കറന്റ് ഡെലിവർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് വിത്ത് കോൺസ്റ്റന്റ് വോൾട്ടേജിൽ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സിങ്ക് ഓർ സിൽവർ ഓക്സൈഡ് ബാറ്ററീസ് എന്ന് പറയുന്നത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ മെറ്റീരിയൽ കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. പക്ഷെ നമുക്ക് എന്താണ്, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇത് ഒരു ലിമിറ്റഡ് ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മെറ്റീരിയൽ കോസ്റ്റ് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് റെഗുലർ ആയിട്ട് വരുന്ന ബാറ്ററി പർപ്പസുകളിലൊന്നും നമുക്കിത് പ്രിഫർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ലിമിറ്റഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ബട്ടൺ സെൽസുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്, കാൽക്കുലേറ്റേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, വാച്ചസ്, ഹിയറിംഗ് എയ്ഡ്സുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്മോൾ ബാറ്ററീസുകൾ അതുപോലെ തന്നെ ലോങ് സർവീസിൽ ആവശ്യമായിട്ടുള്ള പർപ്പസുകളിലാണ് നമ്മൾ ഈ പറയുന്ന സിങ്ക്, സിൽവർ ഓക്സൈഡ് ബാറ്ററീസ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, ഇതിന്റെ കൺസ്ട്രക്ഷൻ വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് വരുന്നത്? ഒരു ഇൻസുലേറ്റിംഗ് ഗാസ്കറ്റ് വരുന്നുണ്ട്, ഒരു ആനോഡ്, ടോപ്പ് കപ്പ് വരുന്നുണ്ട്, കാഥോഡ്, സെപ്പറേറ്റർ, ബോട്ടം കപ്പ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇതിന്റെ ഒരു കോമ്പണന്റുകളായിട്ട് വരുന്നത്. അപ്പൊ കാഥോഡ് എന്ന് പറയുന്നത് നമ്മൾ ജനറൽ ആയിട്ട് എടുക്കുന്നത് ഒരു മോണോവാലന്റ് സിൽവർ ഓക്സൈഡ് ആണ് വിത്ത് ആഡഡ് ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റുമായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ട് ഒരു മോണോവാലന്റ് സിൽവർ ഓക്സൈഡ് ആണ് നമ്മൾ ഇതിലത്തെ ഈ പറയുന്ന കാഥോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഗ്രാഫൈറ്റുമായിട്ട് ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി കൂടുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബെസ്റ്റ് കണ്ടക്ടർ ആണ്, നമുക്ക് അറിയാം അല്ലെ. സോ അപ്പൊ ഗ്രാഫൈറ്റ് ആഡ് ചെയ്യുന്നത് വഴി നമുക്ക് കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ കമ്മിങ് ടു ദ ആനോഡ്, നമുക്ക് ക്വസ്റ്റ്യനിൽ ആനോഡ് ആയിരുന്നു. ആനോഡ് എന്താണ്? സിങ്ക് പൗഡർ ആണ്. സിങ്ക് പൗഡർ നമ്മൾ ഏതുമായിട്ടാണ് മിക്സ് ചെയ്തിരിക്കുന്നത്? ഒരു ജെല്ലിംഗ് ഏജന്റുമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു സിങ്ക് പൗഡർ ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ ആനോഡ് ഏതും കൊണ്ടാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തെടുത്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബൈ യൂസിങ് സിങ്ക് പൗഡർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഇലക്ട്രോലൈറ്റ് ഈസ് യൂസ്ഡ് ഇൻ ലെഡ് ആസിഡ് ബാറ്ററി? ലെഡ് ആസിഡ് ബാറ്ററിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഡൈല്യൂട്ടഡ് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഓക്കെ, ഡൈല്യൂട്ടഡ് H2SO4. സൾഫ്യൂരിക് ആസിഡിന്റെ ഫോർമുല എന്താണ് വരുന്നത്? H2SO4 ആണ്. സോ വി ആർ യൂസിങ് എ ഡൈല്യൂട്ടഡ് ഫോം ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഓക്കെ, ലെഡ് ആസിഡ് ബാറ്ററി എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. കാഥോഡ് എന്ന് പറയുന്നത് ഒരു ലെഡ് ഓക്സൈഡുമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആനോഡ് എന്ന് പറയുന്നത് ഒരു മെറ്റാലിക് ലെഡ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ട് ഇലക്ട്രോഡുകളും ഒരു ഇലക്ട്രോലൈറ്റാൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ആ ഒരു ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. ദാറ്റ് ഈസ് ഡൈല്യൂട്ടഡ് സൾഫ്യൂരിക് ആസിഡ് ആണ് നമ്മളതിൽ ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഉണ്ടാവുന്ന ഫ്ലൂയിഡിനെയാണ് നമ്മൾ അതിലത്തെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. അതൊരു മിക്സ്ചർ ഓഫ് സൾഫ്യൂരിക് ആസിഡും വാട്ടറും. ദാറ്റ് മീൻസ് ഡൈല്യൂട്ടഡ് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ബാറ്ററി ഡിസ്ചാർജ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഇലക്ട്രോഡ് ബീംസ് എന്ന് പറയുന്നത് ഈ ഒരു ലെഡ് സൾഫേറ്റുമായിട്ട് കോട്ട് ആവുകയും ആസിഡ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത് ബിക്കം സ്ട്രോങ്ങർ ആവുകയുമാണ് ചെയ്യുന്നത് ആ ഒരു ഡ്യൂറിങ് ബാറ്ററി ഡിസ്ചാർജിങ് ടൈമിൽ. ഓക്കെ, അപ്പൊ ലെഡ് ആസിഡ് ബാറ്ററിയിൽ വരുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണ്? ഡൈല്യൂട്ടഡ് സൾഫ്യൂരിക് ആസിഡ് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സെപ്പറേറ്റേഴ്സ് പ്രൊവൈഡഡ് ഇൻ ദ ലെഡ് ആസിഡ് ബാറ്ററി? ലെഡ് ആസിഡ് ബാറ്ററിയിൽ നമ്മൾ സെപ്പറേറ്റേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കൺസ്ട്രക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ സെപ്പറേറ്റർ ഇൻ ദ ലെഡ് ആസിഡ് ബാറ്ററി? എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു അവോയ്ഡ് ദി ഷോർട്ട് ബിറ്റ്വീൻ ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പ്ലേറ്റ്സ്. പോസിറ്റീവ് പ്ലേറ്റുകൾക്കും നെഗറ്റീവ് പ്ലേറ്റുകൾക്കും ബിറ്റ്വീൻ ആണ് നമ്മൾ സെപ്പറേറ്റർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഷോർട്ട് സർക്യൂട്ട് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെപ്പറേറ്റേഴ്സ് നമ്മൾ അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ നോക്കൂ, നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സെപ്പറേറ്റർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് പ്രിവെന്റ് ഷോർട്ട് സർക്യൂട്ട്സ്. ഓക്കെ, ആ ഒരു ആനോഡും അല്ലെങ്കിൽ ഒരു പോസിറ്റീവും നെഗറ്റീവും ഇലക്ട്രോഡുകൾ തമ്മിലുണ്ടാകുന്ന ആ ഒരു ഷോർട്ട് സർക്യൂട്ടുകൾ പ്രിവെന്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇറ്റ് അലോ ദ അയേൺസ് ടു പാസ് ത്രൂ. സെപ്പറേറ്റേഴ്സ് എന്തിനാണ്? നമുക്കൊരു കണ്ടക്റ്റീവ് അയേൺ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലെ. അയേണുകൾ അതിലൂടെ വൺ സൈഡിൽ നിന്ന് വേറൊരു സൈഡിലേക്ക് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. Then also it is used to reduce the internal resistance.
Okay, then it serves as an electrolyte reservoir. Okay, then last, promote gas transports. So these are the purpose we are using the separators in the lead acid battery. Okay, why cells are connected in series? നമ്മൾ എന്തുകൊണ്ടാണ് സെല്ലുകൾ കണക്ട് ചെയ്യുന്നത്, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്? Here obtaining higher voltage obtain ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സീരീസ് ആയിട്ട് നമ്മൾ സെല്ലുകൾ കണക്ട് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അപ്പൊ നോക്കൂ, വയറിംഗ് സെൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സീരീസ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഹയർ വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും, ലോവർ കറന്റും ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ലോ കറന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് തിന്നർ വയർ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് അവിടെ എന്താണ്, ലെസ് വോൾട്ടേജ് ഡ്രോപ്പ് ആയിരിക്കും നമുക്ക് അതിന് അക്രോസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു കൺവേർട്ടറിന്റെ ആവശ്യം വരുന്നുണ്ട്. അതായത് ലോ വോൾട്ടേജ് കിട്ടണമെങ്കിൽ നമുക്ക് എന്താണ്, ഒരു കൺവേർട്ടർ വേണം. കാരണം നമുക്ക് കിട്ടുന്നത് ഹൈ വോൾട്ടേജ് ആയിരിക്കും. ഇപ്പൊ ഒരു ലോ വോൾട്ടേജ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ വി ഹാവ് ടു എ കൺവേർട്ടർ, ദാറ്റ് ഈസ് കൺവേർട്ടിംഗ് എ ഹയർ വോൾട്ടേജ് ടു ലോവർ വോൾട്ടേജ്, DC ടു DC കൺവേർട്ടർ, അതായത് ബക്ക് കൺവേർട്ടറിന്റെ നമുക്ക് ആവശ്യം വരുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, what is the name of the charge that given to a battery if it is in danger of becoming over discharged during വർക്കിംഗ് ടൈമിൽ ഓവർ ആയിട്ട് ഡിസ്ചാർജ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അതൊരു ഡേഞ്ചർ ആയിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ആ ഒരു ബാറ്ററിക്ക് കൊടുക്കുന്ന ചാർജിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ഓപ്ഷൻ എ ബൂസ്റ്റ് ചാർജ് എന്നുള്ള പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഓക്കെ, വാട്ട് ഈസ് ഓപ്ഷൻ എ ബൂസ്റ്റ് ചാർജ്? അതായത് ബൂസ്റ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബാറ്ററിയിലേക്ക് കൊടുക്കുന്ന ചാർജിങ് ആണ്. അതായത് ആ ഒരു ഓവർ ഡിസ്ചാർജിങ് ആകുന്ന സമയത്ത്, വർക്കിംഗ് ഷിഫ്റ്റിൽ ഓവർ ആയിട്ട് ഡിസ്ചാർജ് ആകുന്ന സമയത്ത് അതൊരു ഡേഞ്ചറസ് സ്റ്റേജിലേക്ക് എത്തും അല്ലെ. ആ സമയത്ത് നമ്മൾ ബാറ്ററിയിലേക്ക് കൊടുക്കുന്ന ആ ഒരു ചാർജിങ്ങിനെ പറയുന്ന പേരാണ് ബൂസ്റ്റ് ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താ ചെയ്യുന്നത്, ഒരു ഹൈ കറന്റ് ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലാണ് നമ്മൾ ഈ ബൂസ്റ്റ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ്, നമ്മൾ ആ ഒരു ബാറ്ററി ഡിപ്ലീറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്ചാർജ് ആയിരിക്കുന്ന ബാറ്ററിനെ പെട്ടെന്ന് ചാർജ് ആകുന്ന ആ ഒരു പ്രോസസ്സാണ് ബൂസ്റ്റ് ചാർജിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഹൈ കറന്റ് നമ്മൾ ആ ഒരു വെരി ഫാസ്റ്റ് ടൈമിൽ, ഷോർട്ട് ടൈം പീരീഡിൽ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, which is applied on the battery terminals to avoid corrosion. ബാറ്ററി ടെർമിനലുകളിൽ നമ്മൾ കൊറോഷൻ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് അപ്ലൈ ചെയ്യുന്നത്? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? സോളിഡ് ഗ്രീസ്, പെട്രോളിയം ജെല്ലി, ലൂബ്രിക്കൻ ഓയിൽ, ലിക്വിഡ് ഗ്രീസ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, പെട്രോളിയം ജെല്ലി. ഓക്കെ, പെട്രോളിയം ജെല്ലിയാണ് നമുക്ക് ബാറ്ററി ടെർമിനൽസിനെ കൊറോഷൻ ക്രിയേറ്റ് ആകുന്നതിൽ നിന്നും പ്രിവെന്റ് ചെയ്യാനായിട്ട്, നമ്മൾ മോയ്സ്ചർ അല്ലെങ്കിൽ കൊറോഷനിൽ നിന്നൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ടെർമിനലുകൾ നമ്മൾ ഒരു തിൻ ലെയറിൽ നമ്മൾ ഈ പറയുന്ന പെട്രോളിയം ജെല്ലി അപ്ലൈ ചെയ്യുന്നത് ഫലമായിട്ട് ആ ഒരു കൊറോഷൻ ഫോം ആകുന്നത് നമുക്ക് നിർത്താനായിട്ട് സാധിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്കത് കൂടുതൽ ലൈഫ് ലോങ്, അതായത് നമുക്ക് ആ ഒരു ലൈഫ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, when a hydrometer is dipped in a liquid, the reading is found to be 1.25. what is the density of the liquid? നമുക്ക് ഹൈഡ്രോമീറ്റർ നമ്മളൊരു ലിക്വിഡിൽ ഡിപ്പ് ചെയ്തപ്പോൾ റീഡിംഗ് കാണിച്ചത് എനിക്ക് 1.25 ആണെങ്കിൽ ആ ഒരു ലിക്വിഡിന്റെ ഡെൻസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, 1250 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് വരുന്നത്. ഓക്കെ, 1250 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പൊ നമുക്കൊരു റിലേറ്റീവ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ അറിയാം, ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്, ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ആണ് അല്ലെ. So density of liquid is equal to relative density into density of water. Relative density into density of water. Relative density ആയിട്ടാണ് നമുക്ക് 1.25 റീഡിംഗ് കിട്ടിയിരിക്കുന്നത്. ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എത്രയാണ്, 1000 ആണ്. സോ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എത്രയാണ് കിട്ടുന്നത്, 1250 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് വരുന്നത്. ഓക്കെ, which instrument is used to measure the specific gravity of an electrolyte in the lead acid battery? lead acid batteryയിൽ ഉണ്ടാകുന്ന ഇലക്ട്രോലൈറ്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഏത് ഡിവൈസാണ് യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം, ഇറ്റ്സ് ഓപ്ഷൻ ബി ഹൈഡ്രോമീറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹൈഡ്രോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് ഒരു ലിക്വിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, which converts light energy into electrical energy? താഴെ തന്നിരിക്കുന്നത് ലൈറ്റ് എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ആരാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്, ദാറ്റ് ഈസ് ഫോട്ടോവോൾട്ടായിക് സെൽ അതല്ലെങ്കിൽ സോളാർ സെൽ. ഫോട്ടോവോൾട്ടായിക് സെൽ അല്ലെങ്കിൽ സോളാർ സെൽ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അപ്പൊ ഒരു സോളാർ സെൽ അല്ലെങ്കിൽ ഫോട്ടോവോൾട്ടായിക് സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്,
സോളാർ റേഡിയേഷൻ അല്ലെങ്കിൽ ലൈറ്റ് എനർജീനെ ഒരു ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ കൺവേർഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫോട്ടോ വോൾട്ടൈക് എഫക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. നോക്കൂ, ഒരു ലൈറ്റ് വന്നിട്ട് ഇവിടെ വന്ന് ഫോളോ ആവുകയാണ്, സെമി കണ്ടക്ടർ ലെയർ ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് ഒരു പ്രോസസ് ഓഫ് കൺവേർഷൻ നടക്കുന്നുണ്ട്, നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് ഒരു ഇലക്ട്രിക്കൽ എനർജി ഒബ്റ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, വിച്ച് സെൽ ഹാസ് ദ ലോങ്സ്റ്റ് ലൈഫ്? ഏത് സെല്ലിനാണ് ലോങ്സ്റ്റ് ലൈഫ് ഉള്ളത്? താഴെ തന്നിരിക്കുന്നത് മെർക്കുറി സെൽ, കാർബൺ സിങ്ക് സെൽ, ലിഥിയം സെൽ, ആൽക്കലൈൻ സെൽ. നമുക്കറിയാം ഓപ്ഷൻ സി ലിഥിയം സെല്ലിനാണ് ലോങ്സ്റ്റ് ലൈഫ് വരുന്നത്. ഓക്കെ, ലോങ്സ്റ്റ് ലൈഫ് ഏകദേശം ഒരു 10 ഇയേഴ്സോളം നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ എനർജി ടു വെയിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് വളരെ ഹയർ ആണ്. ഏകദേശം 350 വെയിറ്റ് പെർ WH per kilogram ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, which is the unit of the capacity of a storage cell? Storage cellന്റെ കപ്പാസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? ആംപിയേഴ്സ് അവർ ആണ് വരുന്നത്. AH ആണ് വരുന്നത്. ആംപിയേഴ്സ് അവർ AH വരുന്നുണ്ട് കേട്ടോ. ആംപിയേഴ്സ് അവർ AH. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അപ്പൊ കപ്പാസിറ്റി ഓഫ് ബാറ്ററി is measured in amperes hour എന്നാണ്. അപ്പൊ ആംപിയർ അവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ കറന്റ് ഇൻ ആംപിയേഴ്സ്. ആംപിയേഴ്സിലുള്ള കറന്റും ടൈം അവേഴ്സിൽ, ടൈം മണിക്കൂറിലും കൺസിഡർ ചെയ്തിരിക്കുന്നതിന്റെ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, ആ ഒരു ബാറ്ററിയിലേക്ക് നമ്മൾ കറന്റ് സപ്ലൈ ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു പ്രോഡക്റ്റ്, ടൈം ഇൻ അവേഴ്സ് ആൻഡ് കറന്റ് ഇൻ ആംപിയേഴ്സ്, അതിന്റെ ഒരു പ്രോഡക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആംപിയേഴ്സ് അവർ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് അതിന്റെ ഡിസ്ചാർജിങ് കറന്റിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. ഓക്കെ, അപ്പൊ സൈസ് ഓഫ് ദ സെൽ എന്ന് പറയുന്നത് ജനറലി നമ്മുടെ ആംപിയർ അവർ കപ്പാസിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ് ഈ പറയുന്ന കപ്പാസിറ്റിയുടെ സെല്ലിന്റെ കപ്പാസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ പ്ലേറ്റുകളുടെ ഏരിയ, ഓക്കെ, ആ ഒരു ഇലക്ട്രോലൈറ്റുമായിട്ട് കോൺടാക്റ്റിൽ വന്നിരിക്കുന്ന പ്ലേറ്റുകളുടെ ഏരിയ, അതുപോലെ തന്നെ ആ ഒരു ഇലക്ട്രോലൈറ്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ക്വാണ്ടിറ്റി എത്രയാണോ, ദെൻ സെപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഫൈനൽ ലിമിറ്റിംഗ് വോൾട്ടേജ്, ഈ പറയുന്ന പാരാമീറ്റേഴ്സുകളൊക്കെ ഈ പറയുന്ന ഒരു സെല്ലിന്റെ കപ്പാസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, which batteries can be kept in the AC room along with the inverter? ഇൻവെർട്ടറിനോടൊപ്പം AC റൂമിൽ കെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ബാറ്ററി ഏതാണ്? ഇറ്റ് ഈസ് SMF ബാറ്ററി. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. SMF ബാറ്ററി. SMF എന്ന് പറഞ്ഞാൽ എന്താണ്? സീൽഡ് മെയിൻ്റനൻസ് ഫ്രീ ബാറ്ററീസ് ആണ്. ഓക്കെ, ആസ് ഓൾസോ റെഫേർഡ് ആസ് ദി വാല്യൂ റെഗുലേറ്റഡ് ലെഡ് ആസിഡ്, VRLA. ഇതെന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് ബാറ്ററീസ് ആണ്. അവയ്ക്ക് പ്രത്യേകിച്ച് ടോപ്പിംഗ് അപ്പിന്റെ ആവശ്യം വരുന്നില്ല. അതായത് പ്രത്യേകിച്ച് അവ ഫ്യൂംസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്യാസസോ ഇതൊന്നും തന്നെ എമിറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു ആസിഡ് സ്പില്ലേജിൽ നിന്നൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ, ആ ഒരു റിസ്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മൾ ട്രാൻസ്പോർട്ടിന്റെ സമയത്ത് എന്തെങ്കിലും ആസിഡ് സ്പില്ലേജോ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ കൺസ്ട്രക്ഷൻ കാരണം നമുക്കിത് എവിടെ വേണമെങ്കിലും മൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു എനി ഓറിയന്റേഷനിൽ നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനൊരു കോൺസ്റ്റന്റ് മെയിൻ്റനൻസിന്റെ ആവശ്യം വരുന്നില്ല ഈ ഒരു SMF ടൈപ്പ് ഓഫ് ബാറ്ററിയിൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഹൈ എൻഡഡ് ആപ്ലിക്കേഷൻസ് ലൈക്ക് ഏതിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമുക്ക് സ്റ്റാൻഡ് ബൈ പവർ സപ്ലൈ, ദാറ്റ് ഈസ് UPS യൂസ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക്കൽ കൺവേർട്ടേഴ്സിൽ, റെയിൽവേ കമ്മ്യൂണിക്കേഷൻസിൽ, സെക്യൂരിറ്റി സിസ്റ്റംസിൽ, ഇതിലൊക്കെ നമ്മൾ ഈ പറയുന്ന SMF ടൈപ്പ് ഓഫ് ബാറ്ററീസ് ആണ് നമ്മൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 3 1.5 cell each having internal resistance of 10 ohm are connected in series. സീരീസ് ആയിട്ട് നമ്മൾ 1.5 ബാറ്ററീസ് കണക്ട് ചെയ്തിരിക്കുകയാണ്. 15 ohm load is connected to this battery. What is the current through the circuit? 1.5 3 ബാറ്ററികൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അവയുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 ohm ആണ്. ലോഡ് RL എന്ന് പറയുന്നത് 15 ohm ആണ്. വാട്ട് അബൌട്ട് ദി കറന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി 0.1 ആംപിയർ ആണ് നമുക്ക് അതിലൂടെ വരുന്ന കറന്റ് ഫ്ലോ എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക് നോക്കാം. അപ്പൊ നോക്കൂ, കണക്ഷൻ സീരീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് അല്ലെ. ലോഡ് എന്ന് പറയുന്നത് 15 ohm ആണ്. 3 ബാറ്ററികളുടെ വോൾട്ടേജ് റേറ്റിംഗ് എന്ന് പറയുന്നത് 1.5 ആണ്. ഇന്റേണൽ റെസിസ്റ്റൻസും 10 ohm ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, 3 ബാറ്ററീസ് നമുക്ക് 3 അതായത് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് V ഈക്വലന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സം ഓഫ് ദീസ് ഓൾ വാല്യൂസ് ആണ്. സോ 1.5 plus 1.5 plus 1.5 is equal to 4.5 വോൾട്ടേജ് ആണ് വരുന്നത്. അതേപോലെ റെസിസ്റ്റൻസും എങ്ങനെയാണ്? നമുക്ക് സീരീസ് ആയിട്ടാണ് കണക്ഷൻ വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ടോട്ടൽ റെസിസ്റ്റൻസും എങ്ങനെയായിരിക്കും വരുന്നത്? 10 plus 10 plus 10 which is equal to 30 ആണ് വരുന്നത്. അപ്പൊ നോക്കൂ, 30 ohm ആണ് നമുക്ക് റെസിസ്റ്റൻസും വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു 30 ohm 4.5 വെച്ചിട്ട് ഒരു സർക്യൂട്ട് വരച്ചാൽ നമുക്ക് എങ്ങനെ വരും? ഇതിങ്ങനെ വരും അല്ലെ. അതായത് 4.5 വോൾട്ടേജും വരുന്നുണ്ട്, 30 ohm വരുന്നുണ്ട്. സോ ഇതിൽ നിന്ന് നമുക്ക് കറന്റിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ അല്ലെ. എങ്ങനെ വരും? I is equal to V/R ആണ്. V എന്ന് പറയുന്നത് 4.5 ആണ്. R എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു 13 വരുന്നുണ്ട്, ലോഡ് റെസിസ്റ്റൻസ് 15, രണ്ടും സീരീസ് ആണ്. സോ 30 plus 15 ആണ്, which is equal to 4.5 divided by
45 ആണ്. 4.5 അല്ല 45 ആണ്. So which is equal to 0.1 ampere ആണ് നമുക്ക് കിട്ടുന്നത്. Okay. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. A type of electrical battery which can be charged, discharged into a load and then recharged many times. Okay. ഒരു ടൈപ്പ് ഓഫ് ഇലക്ട്രിക്കൽ ബാറ്ററി ആണ്. അതിനെ നമുക്ക് ചാർജ് ചെയ്യാം, ഡിസ്ചാർജ് ചെയ്യാം ഒരു ലോഡിലേക്ക്. അഗൈൻ നമുക്ക് റീചാർജ് ചെയ്ത് മെനി ടൈംസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ that type of battery is known as റീചാർജ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ് ഈസ് എ റീചാർജബിൾ ബാറ്ററി ആണ് അല്ലേ. റീചാർജബിൾ ബാറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദി സെക്കൻഡറി ബാറ്ററി. സോ ഓപ്ഷൻ ഡി ആണ്. ബോത്ത് 1 and 2 ആർ ദി കറക്റ്റ് ആൻസർ ആണ്. പ്രൈമറി ബാറ്ററി അല്ല, സെക്കൻഡറി ബാറ്ററി അല്ലെങ്കിൽ റീചാർജബിൾ ബാറ്ററി ആണ്. അപ്പൊ നോക്കൂ, സെക്കൻഡറി സെല്ലുകൾ നമുക്ക് എന്താണ് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ബൈ ചാർജ് ചെയ്തിട്ട് നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ദേ ആർ നോൺ ആസ് ദി റീചാർജബിൾ സെൽസ് ആണ്. ഓക്കെ. അപ്പൊ കുറച്ച് പ്രൈമറി സെൽസിന്റെ എക്സാമ്പിളുകളാണ് സിങ്ക് കാർബൺ സെൽ, ആൽക്കലൈൻ, ലിഥിയം, മെർക്കുറി, സിൽവർ ഓക്സൈഡ്, പേപ്പർ ബാറ്ററി. These are the primary cells. That means we can't able to reuse. Where secondary battery എന്ന് പറയുന്നത് നിക്കൽ, കാഡ്മിയം സെൽ, ലിഥിയം അയൺ, നിക്കൽ മെറ്റൽ, ലെഡ് ആസിഡ്, ഗ്ലാസ് ബാറ്ററി, മഗ്നീഷ്യം അയൺ ബാറ്ററി, ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് റീചാർജബിൾ ബാറ്ററീസ് ആണ്. സെക്കൻഡറി സെൽസ് എന്ന് പറയുന്നത് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. A 12 volt battery is rated at 48 amperes hour. If it is must deliver an average of 2.0 ampere, how long will be the battery last before it needs recharging? ഒരു 12 വോൾട്ടേജ് ബാറ്ററിയുടെ റേറ്റ് എന്ന് പറയുന്നത് 48 ആംപിയേഴ്സ് അവർ ആണ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അത് നമുക്കൊരു 2 ആംപിയർ കറന്റ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ആ ബാറ്ററി റീചാർജ് ചെയ്യുന്നതിന് ബിഫോർ ആയിട്ട് എത്ര വരെ വർക്ക് ചെയ്യും, എത്ര മണിക്കൂർ അല്ലെങ്കിൽ എത്ര ടൈം വർക്ക് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ഹിയർ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. 24 hours ആണ് നമുക്ക് വർക്ക് ചെയ്യുന്നത്. കാരണം 2 ആംപിയർ ആണ് നമുക്ക് കറന്റ് വേണ്ടത് അല്ലേ. സോ ഇതിന്റെ നേർപകുതി ദാറ്റ് ഈസ് 24 hours ആണ് നമുക്ക് വരുന്നത്. അപ്പൊ നോക്കൂ, ആംപിയർ അവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കറന്റിന്റെയും ടൈമിന്റെയും ഒരു മൾട്ടിപ്ലിക്കേഷൻ ആണ് നമുക്ക് വരുന്നത്. ഓക്കെ. സോ നമുക്കറിയാം 2 ആംപിയർ ആണ് റേറ്റിംഗ് ഓഫ് ബാറ്ററി നമുക്കറിയാം. സോ ഡിസ്ചാർജ് ടൈം നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ആംപിയേഴ്സ് അവർ ബൈ കറന്റ് ആണ് അല്ലെ. ആംപിയേഴ്സ് അവർ എന്ന് പറയുന്നത് 48 hours ആണ് നമുക്ക് തന്നിരിക്കുന്നത്. കറന്റ് എന്ന് പറയുന്നത് 2 ആംപിയർ ആണ്. സോ 24 hours. ഇപ്പൊ നമുക്ക് കറന്റ് 1 ആംപിയർ ആണ് വേണമെങ്കിൽ നമുക്ക് എത്ര വരും? 48 hours യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഓക്കെ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു പാർട്ട് 1 വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.